ഹലോ എവ്രി വൺ. നാറ്റി സി സി എൽ എക്സാമിനേഷൻ നമ്മുടെ ഓൺലൈൻ കോഴ്സ് എടുത്ത ആൾക്കാരായാലും അതല്ല ഇനി ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരായാലും എല്ലാവർക്കും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സെൽഫ് ഇവാലുവേഷൻ എന്നത്. അതായത് ഒരുപാട് പേര് പറയുന്ന കാര്യമാണ്, അതായത് ഒരുപാട് പേര് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാറ്റി നന്നായി പ്രാക്ടീസ് ചെയ്യും, പക്ഷേ അതൊന്നുകിൽ ഡ്രൈവിങ്ങിൻ്റെ സമയത്ത് അല്ലെങ്കിൽ വർക്കിൻ്റെ സമയത്തൊക്കെ ഓഡിയോ ഫോണിൽ റാൻഡംലി കേട്ട് മനസ്സിലൊക്കെ ഒന്ന് പറഞ്ഞു നോക്കി ഓക്കെ റെഡിയായി ഇനി ഞാൻ എക്സാം പോയി എഴുതട്ടെ എന്ന് പറയുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് ഒത്തിരി പേർക്ക് ഈ ഫസ്റ്റ് ചാൻസിൽ തന്നെ നാറ്റി ക്രാക്ക് ചെയ്യാൻ പറ്റാതിരിക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സെൽഫ് ഇവാലുവേഷനും അതുപോലെ തന്നെ സ്വന്തം ഇൻ്റർപ്രിട്ടേഷൻ റെക്കോർഡ് ചെയ്ത് കേൾക്കുക. ഇത് രണ്ടും വളരെ വളരെ ഏറ്റവും ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് 2 പോയിൻറ്റ്സ് എന്ന് തന്നെ പറയും സി സി എൽ എക്സാം ക്ലിയർ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഈ സെൽഫ് ഇവാലുവേഷന് വേണ്ടിയിട്ട് വളരെ ബേസിക് ആയിട്ടൊരു ടെംപ്ലേറ്റുമായിട്ടാണ്. അതായത് നിങ്ങൾ എന്തൊരു ഓഡിയോ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ 2 ഡിവൈസസ് വേണം. ഇപ്പോൾ കോഴ്സ് എടുത്ത ആൾക്കാരാണെങ്കിൽ ലാപ്ടോപ്പിനകത്ത് നിങ്ങളുടെ കോഴ്സ് ഓപ്പൺ ചെയ്ത് വെക്കുക, ഏതെങ്കിലും ഒരു ഡയലോഗ് ഓപ്പൺ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്ക്രിപ്റ്റ് കാണാൻ സാധിക്കണം, ഓഡിയോ പ്ലേ ചെയ്യാൻ സാധിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു റെക്കോർഡിംഗ് ഡിവൈസ്, അതായത് നമ്മുടെ സാധാ മൊബൈൽ ഫോൺ ആവാം. അപ്പോൾ ഒന്നുകിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ വാട്സാപ്പിനകത്ത് നിങ്ങൾ ഒറ്റയ്ക്കുള്ള ഒരു ഗ്രൂപ്പോ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് പിയർ സ്റ്റഡി ഉണ്ടെങ്കിൽ പിയർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ ഇവാലുവേഷൻ നിങ്ങളുടെ റെൻഡറിങ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റിയ വേറെ ആളുണ്ടെങ്കിൽ ആ ഒരു സിംഗിൾ ഗ്രൂപ്പിനകത്തേക്ക് എല്ലാ ഓഡിയോ വാട്സാപ്പ് ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ട് എൻഡ് ടു എൻഡ് ഓഡിയോ റെക്കോർഡ് ചെയ്ത് സേവ് ചെയ്യാനുള്ളൊരു സ്പേസും വേണം. ഒന്നുകൂടെ പറയുകയാണ്, നിങ്ങൾക്കൊരു ലാപ്ടോപ്പ്, അതായത് ഒന്നുകിൽ ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ, ഓഡിയോ പ്ലേ ചെയ്യാൻ, ഓഡിയോ റെക്കോർഡ് ചെയ്ത് കേൾക്കാൻ പറ്റിയ മറ്റൊരു ഡിവൈസും, ഇത് രണ്ടും നിർബന്ധമാണ്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ആയിട്ടൊരു ഇവാലുവേഷൻ ടെംപ്ലേറ്റ്, അതായത് എങ്ങനെയൊക്കെ സ്കോർ കൊടുക്കാം, എങ്ങനെയൊക്കെ പെനാൽറ്റി വരാം എന്നതിനെ പറ്റിയും ബേസിക് ആയിട്ടൊരു ടെംപ്ലേറ്റൂടെ പറയണം. ഇപ്പോൾ പറയാൻ പോകുന്ന ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് എക്സൽ ആണ്. ഇഫ് യു നോട്ട് കംഫർട്ടബിൾ വിത്ത് എക്സൽ ജസ്റ്റ് ഗോ ഫോർ പെൻ ആൻഡ് പേപ്പർ മോഡൽ. പക്ഷേ എന്താ ഈ ഒരു രീതിയിൽ പെനാൽറ്റി ഈ പറ്റുന്ന ഒരു മിസ്റ്റേക്കിന് 1/2 മാർക്ക് എന്ന രീതിയിലാണ് പെനാൽറ്റി വരുന്നത് എന്ന് നിങ്ങളൊന്ന് നോട്ട് ചെയ്താൽ മതിയോ. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. അതായത് ഇത് നാറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ്. നാറ്റി തന്നെ പറയുന്ന 1-2 കാര്യങ്ങളാണ്. While we encourage training and preparation for any language test, we do not formally endorse any of these courses. ഒന്നാമത്തെ കാര്യം, നാറ്റി sets the test and is the authority which issues the result. Candidates should be aware that organizations offering training do not have unique information about the test. അതായത് ഇപ്പം ഞാൻ ഈ പറയുന്നതായാലോ അതല്ല നിങ്ങൾ ഏതൊരു വീഡിയോനകത്ത് യു ക്യാൻ ഇവാലുവേറ്റ് യുവർ സെൽഫ് ദിസ് വേ, അല്ലെങ്കിൽ ദിസ് ഇസ് ഹൗ നാറ്റി ഇവാലുവേറ്റ്സ് എന്ന് കാണുകയാണെങ്കിൽ ദാറ്റ് ഈസ് ജസ്റ്റ് ഔട്ട് ഓഫ് ദി എക്സ്പീരിയൻസ്, അതായത് പഠിപ്പിച്ചിട്ടുള്ള എക്സ്പീരിയൻസ്, സ്റ്റുഡൻസിൻ്റെ സ്കോർ കണ്ടിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്നാണ്. അതല്ലാതെ ഈ ഒരു ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ദിസ് ഇസ് എക്സാക്ട്ലി ഹൗ നാറ്റി ഇവാലുവേറ്റ്സ് എന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയയ്ക്ക് വേണ്ടിയിട്ട്, അതായത് നമ്മൾ എന്തെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യണമല്ലോ, നിങ്ങൾ ഈ രീതിയിലൊന്ന് നോക്കൂ, ഇത്രയേ ഉള്ളൂ. അതല്ലാതെ ഇതല്ല നാറ്റിയുടെ ഒഫീഷ്യൽ സ്റ്റാൻഡേർഡ്. ആൻഡ് ഫോർ ദ മാറ്റർ നാറ്റി അവരുടെ ഇവാലുവേഷൻ ക്രൈറ്റീരിയ എന്താണെന്നോ എന്തൊക്കെ രീതിയിലാണ് സ്കോർ പോകുന്നത് എന്നുള്ള ജസ്റ്റ് ഒരു 1 to 3 പോയിൻറ്റ്സ് അല്ലാതെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻഫർമേഷൻ എവിടെയും റിലീസ് ചെയ്തിട്ടില്ല. സോ വിത്ത് ദിസ് ഡിസ്ക്ലെയിമർ നമുക്ക് ആ ടെംപ്ലേറ്റ് ഒന്ന് കാണാം. ഓക്കെ, അപ്പോൾ 2 രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇവാലുവേഷൻ ഈ ഒരു ഷീറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവാലുവേഷൻ പാരാമീറ്റർ എന്ന് പറയുന്ന സമയത്ത് നാറ്റിയുടെ പ്രധാനപ്പെട്ട പെനാൽറ്റി വരാൻ സാധ്യതയുള്ള പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളിൽ ജസ്റ്റ് ഒരു ഓൾട്ടേർഡ് വേർഷൻ നിങ്ങൾക്ക് ഇവാലുവേഷൻ പാരാമീറ്റർ എന്ന ഷീറ്റിൽ കാണാം. ഇനിയിപ്പോൾ അതല്ല, അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ, ഓക്കെ, നിങ്ങൾ തുടങ്ങിയിട്ടുള്ള നമ്മുടെ വെബ്സൈറ്റ് ആണെങ്കിൽ, നമ്മുടെ ഓൺലൈൻ കോഴ്സ് ആണെങ്കിൽ ആദ്യത്തെ 10 ഡയലോഗ്സ് ഫിനിഷ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യേണ്ടത് ഡയലോഗിൻ്റെ പേര് എഴുതുക, ഡേറ്റ് എഴുതുക, മൊത്തം ഓഡിയോ റെക്കോർഡ് ചെയ്യുക. അതായത് എൻഡ് ടു എൻഡ്, വീണ്ടും നിങ്ങൾ ഡയലോഗിലേക്ക് എടുക്കുകയാണ്, എൻഡ് ടു എൻഡ് ഓഡിയോ പ്ലേ ചെയ്ത് അതിനുശേഷം നിങ്ങൾ റെക്കോർഡ് ചെയ്ത ഓഡിയോ ഓരോ സെഗ്മെൻ്റായിട്ട് കേൾക്കുക. അത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ട്രാൻസ്ക്രിപ്റ്റ് വെച്ച് കമ്പയർ ചെയ്യുക. ഓക്കെ, നിങ്ങൾ ട്രാൻസ്ക്രിപ്റ്റ് വെച്ച് കമ്പയർ ചെയ്യുക. അതിനുശേഷം എത്ര തവണ നിങ്ങൾ കറക്ഷൻ എടുത്തു നോക്കണേ, ആ ഡയലോഗിൽ എത്ര തവണ കറക്ഷൻ എടുത്തു, എത്ര തവണ പോസ് വന്നു. പോസ് എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങളൊരു സെൻറ്റൻസ് പറഞ്ഞ് അടുത്ത സെൻറ്റൻസിനായിട്ട് ഒരുപാട് ചിന്തിക്കുകയാണ്. അത് നിങ്ങൾക്ക് ഓഡിയോ കേട്ടപ്പോൾ തന്നെ എവിഡൻ്റ് ആയി, ഇവിടെ എന്താണ് ഒരു ലോങ് സൈലൻസ് വന്നത്, അങ്ങനെ മൊത്തത്തിൽ ആ ഡയലോഗിൽ എത്ര വന്നു എന്ന നമ്പർ മാത്രം എഴുതുക. അതിനുശേഷം ആ ഡയലോഗിൽ മൊത്തമായിട്ട് എത്ര ഒമിഷൻ വന്നു. ഒമിഷൻ എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്, ട്രാൻസ്ക്രിപ്റ്റ് എടുക്കുക, സുപ്രഭാതം ഇന്നലെ ലഭിച്ച ഒരു ഓർഡറിനെ കുറിച്ച് പറയാനാണ് ഞാൻ വിളിക്കുന്നത് എന്നുള്ളതിന് പകരം നിങ്ങൾക്ക് സുപ്രഭാതം മെസ്സേജ്, ദാറ്റ് ഇസ് എ മൈനർ ഒമിഷൻ
ഇനിയിപ്പോൾ അതല്ല, എൻ്റെ പേര് അരവിന്ദ്, ഈ സെൻറ്റൻസ് മൊത്തം മിസ്സായിട്ട് നിങ്ങൾ ബാക്കിയുള്ളതാണ് പറഞ്ഞത്, ദാറ്റ് ഇസ് എ മേജർ ഒമിഷൻ. അപ്പോൾ മൈനറും മേജറും തമ്മിൽ ചെറിയൊരു ഡിസ്റ്റിങ്ഷൻ കൊടുക്കുക കേട്ടോ. അത് ഞാൻ അടുത്ത ഇവാലുവേഷൻ ടെംപ്ലേറ്റ് ആകുമ്പോൾ പറയാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ എത്ര ഒമിഷൻ വരുത്തി എന്നുള്ളത് ജസ്റ്റ് കൗണ്ട് മാത്രം ചെയ്യുക. എത്ര എണ്ണം മൊത്തത്തിൽ ഒമിഷൻ വന്നു, എത്ര എണ്ണം നിങ്ങൾ കയ്യിൽ നിന്ന് എടുത്ത് ആഡ് ചെയ്തു, അതായത് സ്പീക്കർ പറഞ്ഞിട്ടില്ല നിങ്ങൾ തന്നെ ആഡ് ചെയ്തു, എത്ര എണ്ണം നിങ്ങൾ പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം മാറിപ്പോയി, സ്പീക്കർ പറഞ്ഞതല്ല നിങ്ങൾ പറഞ്ഞത്, കേട്ടതിൻ്റെ തെറ്റോ നോട്ടെടുത്ത് വായിക്കാൻ പറ്റായ്മയോ മൂലം നിങ്ങൾ അർത്ഥം മാറിയിട്ടാണ് പറഞ്ഞത്. ഈ കൗണ്ട് മാത്രം കൊടുത്തിട്ട് ഈ ടോട്ടൽ നമ്പർ ഓഫ് മിസ്റ്റേക്സ് നോക്കുക. ഓക്കെ, ഈ ടോട്ടൽ നമ്പർ ഓഫ് മിസ്റ്റേക്സ് നോക്കി ആദ്യത്തെ ഒരു 10 ഡയലോഗോളം കഴിയുമ്പോൾ ഈ ടോട്ടൽ നമ്പർ ഓഫ് മിസ്റ്റേക്സ് കുറഞ്ഞു വരുന്നുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യാൻ നോക്കണം. ഇത് ബിഗിനർക്കുള്ളതാണ്, പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്ന ആളുകൾക്ക് വേണ്ടി. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെൽഫ് റിഫ്ലക്ഷൻ എഴുതാവുന്നതാണ്, എവിടെ എനിക്ക് എന്താണ് തെറ്റ് പറ്റിയത്. ഓക്കെ, അത് ഞാൻ അപ്പോൾ അടുത്ത തവണ നിങ്ങൾ അടുത്ത ഡയലോഗ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഗോ ത്രൂ ദ സെൽഫ് റിഫ്ലക്ഷൻ വൺസ്, എവിടെ തെറ്റ് പറ്റി എന്ന് നോക്കിയിട്ട് മാത്രം അടുത്തതിലേക്ക് മുന്നോട്ട് പോവുക. അങ്ങനെ ഒരു 10-15 ഡയലോഗ് പ്രാക്ടീസ് ചെയ്ത് ഈ ഒരു കൗണ്ട് കുറഞ്ഞു വന്ന ആളുകൾക്ക് കേട്ടോ, ടോട്ടൽ നമ്പർ ഓഫ് മിസ്റ്റേക്സ് കുറഞ്ഞു വന്ന ആളുകൾക്ക് അടുത്ത ഇവാലുവേഷൻ ഷീറ്റിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു ഇവാലുവേഷൻ ഷീറ്റ് വീണ്ടും പറയുകയാണ്, ദിസ് ഇസ് നോട്ട് ദ നാറ്റി ടെംപ്ലേറ്റ്, നമ്മുടെ പ്രാക്ടീസിന് വേണ്ടി മാത്രമുള്ളതാണ്. അതായത് സെഗ്മെൻറ്റുകളാക്കി തിരിച്ചിട്ടുണ്ട്. ഈ സെഗ്മെൻറ്റുകളാക്കി തിരിക്കുമ്പോൾ ഒരു സെഗ്മെൻറ്റിൽ തന്നെ അറിയണം നമുക്ക് ഒന്നിൽ കൂടുതൽ തെറ്റ് വരാം. അതിനാണ് ഇത്രയും നമ്പർ ഓഫ് റോസ് ഓരോ സെഗ്മെൻറ്റിനും വെച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഓഡിയോ പ്ലേ ചെയ്തു, ആ ഓഡിയോനകത്ത് ഒരു സെഗ്മെൻറ്റ്, ബീപ്പിന് മുന്നേയുള്ള ഒരു സെഗ്മെൻറ്റ് നിങ്ങൾ റെൻഡർ ചെയ്ത് നിങ്ങളൊന്ന് കേട്ട് നോക്കുക. കേട്ടിട്ട് ആദ്യം നിങ്ങളതിനെ ആക്യുറസീൻ്റെ അണ്ടറിലൊന്ന് വിലയിരുത്തുക. അതായത് ഒരു സെഗ്മെൻറ്റ് നിങ്ങൾ പറഞ്ഞ ഓഡിയോയുടെ ഒരു സെഗ്മെൻറ്റ് നമ്മൾ 3 തവണ ഇവാലുവേറ്റ് ചെയ്യുന്നതായിട്ട് മനസ്സിൽ കരുതുക. ഓക്കെ, ആദ്യം അത് പ്ലേ ചെയ്ത് ക്രൈറ്റീരിയ ആക്യുറസിയുടെ അണ്ടറിലൊന്ന് ഇവാലുവേറ്റ് ചെയ്യുക. അതിനകത്ത് നിങ്ങൾ എന്താ നോക്കണ്ടേ, ഒമിഷൻ സംഭവിച്ചെങ്കിൽ അത് മേജർ ആയിരുന്നോ മൈനർ ആയിരുന്നോ. ഒരുപാടൊന്നും ചിന്തിക്കണം, ചെറിയൊരു മിസ്റ്റേക്കാണ് പറ്റിയതെങ്കിൽ ഒമിഷൻ നിങ്ങൾക്ക് സംഭവിച്ചതെങ്കിൽ മൈനർ കൊടുക്കുക. ഒരു സെൻറ്റൻസ് മൊത്തമായിട്ട് പോയെങ്കിൽ നിങ്ങളത് മേജർ കൊടുക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ മേജർ ഡിസ്റ്റോർഷൻ പറ്റി, അപ്പോൾ നിങ്ങൾ മേജർ ഡിസ്റ്റോർഷൻ കൊടുക്കുക, പെനാൽറ്റിയുടെ സ്കോർ ഓട്ടോമാറ്റിക്കലി വന്നോളൂ. ഇനിയിപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കാണ്, അതായത് പെൻ ആൻഡ് പേപ്പർ മോഡലാണെങ്കിൽ നിങ്ങൾ അവിടെ ഒരു 2 പോയിൻറ്റ് പെനാൽറ്റി കൊടുക്കുക. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ വി ആർ ബീങ് വെരി ഹാർഷ് ഓൺ അവർ സെൽഫ്. ഓക്കെ, അതായത് നല്ല ഹാർഷായിട്ട് സ്കോർ കുറച്ചിട്ട് നമ്മൾ നാറ്റിയുടെ റേഞ്ചിൽ ആ ഒരു അവർ പറയുന്ന 63 എത്തുന്നുണ്ടോ എന്ന് നോക്കുന്നത്. ഓക്കെ അല്ലേ? ശരിക്കും ആക്ച്വൽ എക്സാമിൽ ചിലപ്പോൾ ഇവിടെ 2 മാർക്ക് പോയിന്ന് വരില്ല. പക്ഷെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ബി വെരി ഹാർഷ് ഓൺ യുവർ സെൽഫ് ഡ്യൂറിങ് പ്രാക്ടീസ് സോ ദാറ്റ് ദി ആക്ച്വൽ ടെസ്റ്റ് ഇസ് സോ ഈസി ഫോർ യു. ഓക്കെ, അപ്പോൾ മേജർ ഡിസ്റ്റോർഷൻ. അതുപോലെ ഇനിയിപ്പോൾ അടുത്തത് മേജർ അൺജസ്റ്റിഫൈഡ് ഇൻസേർഷൻ. വലിയൊരു സെൻറ്റൻസ് നിങ്ങളായിട്ട് എടുത്തിട്ടു, പിന്നെ നിങ്ങൾ നോക്കുമ്പോൾ അതേ സെഗ്മെൻറ്റിനകത്ത് വീണ്ടും എന്തോ ഒരു ചെറിയൊരു ഇൻസേർഷൻ നിങ്ങൾ കൊടുത്തെങ്കിൽ അതിന് മൈനർ ആയിട്ടുള്ള ഇൻസേർഷനായിട്ട് എടുക്കുക. മൈനർ ആണെങ്കിൽ 1 പോയിൻ്റ് വെച്ചിട്ട് പെനാൽറ്റി വരും. അപ്പോൾ നിങ്ങൾ ഒരു സെഗ്മെൻറ്റ് കേട്ട് അതിൽ എത്രത്തോളം തെറ്റുകളുണ്ടെന്ന് ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ സെഗ്മെൻറ്റ് തന്നെ ഒന്നുകൂടെ ഒന്ന് കേൾക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി കേട്ടത് വെച്ചിട്ട് ക്വാളിറ്റി ഓഫ് ലാംഗ്വേജിന് അണ്ടറിൽ വീണ്ടും പെനാൽറ്റി കൊടുക്കുക. അതായത് നിങ്ങൾ ആ പറഞ്ഞത് എഡിഷനും ഡിസ്റ്റോർഷനും ഒമിഷനും ഒക്കെ സംഭവിച്ചു, അതൊക്കെ പോട്ടെ, പക്ഷെ എന്തോ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ പറഞ്ഞല്ലോ, ആ പറഞ്ഞ അത്രയും ഭാഗത്തിൻ്റെ ക്വാളിറ്റി എങ്ങനെയായിരുന്നു. അതായത് അതിനകത്ത് ഇൻഅപ്രോപ്രിയേറ്റ് ചോയ്സ് ഓഫ് രജിസ്റ്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പറഞ്ഞതിൻ്റെ ഫൊമാലിറ്റി, ഇൻറ്റൊണേഷൻ എന്തായിരുന്നു. അതായത് സ്പീക്കർ, ഇപ്പോൾ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ താങ്കൾ എന്ന് പറയുന്നിടത്ത് നമ്മൾ നീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു രജിസ്റ്ററിലെ മിസ്റ്റേക്ക്, ഫൊമാലിറ്റി മാറി. അതേപോലെ സ്പീക്കർ ഇപ്പം പറയാൻ ഉദ്ദേശിച്ച ടോണിൽ തന്നെയാണോ നമ്മൾ പറഞ്ഞത്, ഇതൊക്കെയാണ് ഇൻകറക്റ്റ് രജിസ്റ്റർ അല്ലെങ്കിൽ ഇൻഅപ്രോപ്രിയേറ്റ് ചോയ്സ് ഓഫ് രജിസ്റ്ററിൻ്റെ അണ്ടറിൽ വരുന്നത്. അത് തന്നെ മൈനറും മേജറും കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ചെറിയൊരു തെറ്റൊക്കെ ആണെങ്കിൽ നിങ്ങൾ മൈനർ എടുക്കുക, അപ്പോൾ ഒരു 1/2 മാർക്ക് വെച്ചിട്ട് പോകും. അതല്ല വലിയൊരു തെറ്റാണെങ്കിൽ നിങ്ങൾ മേജർ എടുക്കുക. അതേപോലെ അൺഇഡിയോമാറ്റിക് യൂസേജ്, സെൻറ്റൻസിന് സ്ട്രക്ചർ തെറ്റിയോ, അതായത് പറഞ്ഞ ഓർഡർ, നിങ്ങൾക്ക് മലയാളം കേട്ടറിയാലോ, ചില ആളുകൾ ഇംഗ്ലീഷ് പറയുന്ന അതേ ഓർഡറിൽ മലയാളം പറയും. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം മലയാളത്തിൻ്റെ ഗ്രാമർ പ്രകാരം ഇങ്ങനെയല്ല. അപ്പോൾ അതുപോലെ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ തെറ്റിയോ, ഇതൊക്കെ നോക്കി ഇതേ ഒരു സെഗ്മെൻറ്റിൽ തന്നെയാട്ടെ ഈ തെറ്റുകളൊക്കെ പറ്റുന്നത്. അപ്പോൾ പറ്റിയോ എന്നെല്ലാം നോക്കി ഓരോന്നായിട്ട് കൊടുക്കുക. അപ്പോൾ ക്വാളിറ്റി ഓഫ് ലാംഗ്വേജ് കഴിഞ്ഞ് അടുത്തതാണ് ക്വാളിറ്റി ഓഫ് ഡെലിവറി. അതായത് നിങ്ങൾ ആക്യുറസി നോക്കി, പറഞ്ഞ ഭാഷയുടെ ഭംഗിയല്ല പറഞ്ഞ ഭാഷയുടെ ക്വാളിറ്റി നോക്കി. അടുത്തതാണ് നിങ്ങൾ ആ ഡെലിവർ ചെയ്ത രീതിയുടെ ക്വാളിറ്റി. അതിൽ പ്രധാനമായിട്ടും വരുന്നതാണ് എക്സസീവ് പോസസ്, എക്സസീവ് ഹെസിറ്റേഷൻ, എക്സസീവ് സെൽഫ് കറക്ഷൻ. പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഒരു സെൻറ്റൻസ് പറഞ്ഞൊരു ലോങ് പോസ് വരും, നിങ്ങൾ ചിന്തിക്കാനെടുത്ത സമയമായിരിക്കും. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഒരു എക്സസീവായിട്ട് ലെങ്ത്തിലുള്ള ഒരു സൈലൻസ് അവിടെ ഉണ്ടാവും. ഓക്കെ, ഒരു 2-3 സെക്കൻഡിനൊരു സൈലൻറ്റ് നോട്ട് അവിടെ ഉണ്ടാവും. അതാണെങ്കിൽ എക്സസീവ് പോസ് കൊടുക്കുക.
ഇനി അതല്ലെങ്കിൽ എക്സസീവ് ഹെസിറ്റേഷൻ ആണ്, അതായത് ഒന്ന് പറയുക പെട്ടെന്ന് കിട്ടുന്നില്ല, നമ്മൾ ഹെസിറ്റേറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കില്ല, ഫില്ലേഴ്സൊക്കെ വരിക, അതാണെങ്കിൽ ഇത് കൊടുക്കുക. അതല്ലെങ്കിൽ സെൽഫ് കറക്ഷൻ, ഒന്ന് പറഞ്ഞു തിരുത്തി, കറക്ഷൻ എന്ന് പറഞ്ഞു വീണ്ടും തിരുത്തി, അങ്ങനെ ഒത്തിരി തവണ. ഇവിടെ നോക്കാം എല്ലാം എക്സസീവാണ്. ചെറിയ പോസിന് ചെറിയ ഒരു സെൽഫ് കറക്ഷനോ നിങ്ങൾ പെനാൽറ്റി കൊടുക്കേണ്ട. എക്സസീവായിട്ട് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ പെനാൽറ്റി കൊടുക്കുക. ഇങ്ങനെ ഒരു സെഗ്മെൻറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോവുക. ഇങ്ങനെ ഇത് മൊത്തം നിങ്ങൾ സ്കോറ് പെനാൽറ്റി വന്നു കഴിയുമ്പോൾ ഇവിടെ ഓവറോൾ സ്കോർ എന്നുള്ള ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഔട്ട് ഓഫ് 45 എത്രയാണ് ആ ഒരു ഡയലോഗിന് പോയതെന്ന് കാണാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് ഒരു ബേസിക് ടെംപ്ലേറ്റ്. നിങ്ങൾ ആദ്യം ബിഗിനറിൽ നിന്ന് തുടങ്ങാം. ഇതിൽ ഈ എണ്ണം കുറച്ച് കൊണ്ടുവരാം. ഇത് കുറച്ച് വളരെ കുറഞ്ഞ് എത്തുന്ന സമയത്ത് നിങ്ങൾ ഇവാലുവേഷൻ ഷീറ്റിലേക്ക് പോവുക. ഓക്കെ അല്ലേ? വളരെ സിമ്പിളാണ്. ഇത് നിങ്ങൾ സാധാ പെൻ ആൻഡ് പേപ്പർ നോക്കുകയാണെങ്കിൽ മേജറിന് ഇവിടെ 2 മാർക്ക്, ക്വാളിറ്റി ഓഫ് ലാംഗ്വേജിൻ്റെ അണ്ടറിൽ മൈനർ ആണെങ്കിൽ 1/2 മാർക്ക്, മേജർ ആണെങ്കിൽ 1 മാർക്ക്, ക്വാളിറ്റി ഓഫ് ഡെലിവറിയുടെ അണ്ടറിൽ നിങ്ങൾ ഓരോരോ മാർക്ക്. ഇങ്ങനെ നിങ്ങൾ പെൻ ആൻഡ് പേപ്പറിനകത്ത് എഴുതി നിങ്ങളുടെ മാർക്ക് ചെയ്ത് അവസാനം 45 കുറച്ചാലും മതി. റൈറ്റ് ക്ലിക്ക് ചെയ്ത്, ഇത് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് മൂവ് ഓർ കോപ്പി, ക്രിയേറ്റ് എ കോപ്പി എന്ന് കൊടുത്തു കഴിഞ്ഞ് നിങ്ങൾക്കിത് കോപ്പിയും ക്രിയേറ്റ് ആവുന്നതാണ്. അപ്പോൾ ഓരോരോ കോപ്പിയുടെ അകത്തും നിങ്ങൾക്ക് ഇതേപോലെ ഓരോരോ പുതിയ ഡയലോഗ്സ് ഇതേപോലെ നിങ്ങൾക്ക് തന്നെ സ്കോർ നോക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അവർക്ക് 2 ഡിവൈസ് ഉപയോഗിക്കുക. ഓരോ സെഗ്മെൻറ്റ് 3 ക്രൈറ്റീരിയയുടെ അണ്ടറിലും നോക്കുക. ഓക്കെ, 3 ലെൻസ് വെച്ചിട്ട് നിങ്ങൾ ഓരോ ഡയലോഗും ഓരോ സെഗ്മെൻറ്റും നോക്കുക. അതിന് ഓരോന്നിനും എത്ര പെനാൽറ്റി വരുന്നു. ദിസ് ഇസ് ലൈക്ക് വെരി സ്ട്രിക്റ്റ് ആൻഡ് വെരി ഹാഷ് ഇവാലുവേഷൻ. നിങ്ങൾക്ക് സുഖമായിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സ്കോർ 20, 15 എന്നൊക്കെ പറഞ്ഞിട്ട് താഴേക്ക് പോകും. പക്ഷേ ഇതിൽ പ്രാക്ടീസ് ചെയ്ത് കൂട്ടിക്കൊണ്ടുവന്നാൽ എക്സാം വിൽ ബി ലിറ്ററലി എ പീസ് ഓഫ് കേക്ക് ഫോർ യു. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഈ രീതി ഒന്ന് ശ്രമിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ യു ക്യാൻ പോസ്റ്റ് യുവർ കോമെൻറ്റ്സ് ബിലോ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.